എല്ലാവർക്കും സുരാജ് ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ 2025 നവംബർ 2-ാം തീയതി ഉച്ചയ്ക്ക് 1:15 മേജരാശിയിൽ നിന്ന് ശുക്രൻ മേജരാശിയെ കന്നിയിൽ നിന്ന് തുലാം രാശിയിലേക്ക് സ്വക്ഷേത്രമായ തുലാം രാശിയിലേക്ക് മാറുന്നു. അപ്പോൾ അതുപരമായിട്ട് നമുക്ക് കുറച്ച് നക്ഷത്ര ജാതകർക്ക് സർവ്വതത്തിലുള്ള ഐശ്വര്യങ്ങളും അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ആ നക്ഷത്ര ജാതകരെ കുറിച്ചിട്ട് നമുക്കൊന്ന് കേൾക്കാം. അപ്പോൾ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്യണം. എന്നാലാണ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ലഭിക്കുള്ളൂ. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുകയും ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഇതാണ് ക്ഷേത്രാരാധന, പൂർവികാചാരപ്പുറം വീട്ടിൽ വെച്ചാരാധന, കാളിയാട്ടം മുതലായവരുടെയൊക്കെ വെച്ചാരാധന, മുത്തപ്പൻ മുത്തി അങ്ങനെയുള്ള ആരാധനകളൊക്കെ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അപ്പോൾ അത് നമുക്ക് ചെയ്യാം. വീട്ടിലുണ്ട്, നമുക്ക് ചെയ്യാൻ അറിയില്ല എന്നുള്ളവർക്ക് ആ കർമ്മം പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളിതിനകത്ത് മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നവംബർ 1-ാം തീയതി മുതലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് ഒരു കർമ്മങ്ങൾ പഠിക്കാം. അപ്പോൾ നമ്പർ ജോയിൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് കിടക്കുന്നുണ്ട് വീഡിയോയുടെ താഴെ. അപ്പോൾ ആ ജോയിൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 29 രൂപ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നവംബർ 1 മുതൽ ജനുവരി വരെ പഠിക്കുന്ന പൂർവ്വവേദപ്രമ പൂജാ പഠന ക്ലാസ് ജോയിൻ ചെയ്യും. അപ്പം ശുക്രൻ നവംബർ 2-ാം തീയതി രാശി മാറുകയാണ്. കന്നിരാശിയിൽ നിന്ന് മേജരാശിയിൽ നിന്ന് തുലാം രാശി, സ്വക്ഷേത്രമായ തുലാം രാശിയിലേക്ക് വരുമ്പോൾ നക്ഷത്ര ജാതകർക്കൊക്കെ നല്ല വിധത്തിലുള്ള ഐശ്വര്യങ്ങളും അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകും. അപ്പോൾ നമുക്ക് അതിലേക്ക് കിടക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് മേടക്കൂറിൽപ്പെട്ട മേടക്കൂറിലുള്ളവരെ കുറിച്ചാണ് പറയാം. മേടൻ രാശിയിൽപ്പെട്ടവരെ കുറിച്ചിട്ട് പറയാം. അപ്പോൾ അശ്വതി, ഭരണി, കാർത്തിക ആദ്യഭാഗം ചേരുന്ന നക്ഷത്രക്കാരെ കുറിച്ചാണ് പറയാം. ഇവർക്ക് മേടൻ രാശികൾക്ക് ധാരാളം ഗുണാനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. കൂടാതെ പ്രണയബന്ധങ്ങളൊക്കെ ഉണ്ടാവുകയും മെച്ചപ്പെടുകയൊക്കെ ചെയ്യും. സൗഹൃദങ്ങൾ തേടി എത്തുകയൊക്കെ ചെയ്യും. കൂടാതെ നിങ്ങളുടെ ജോലിയിലും ബിസിനസ്സിലും വലിയ ലാഭമൊക്കെ പ്രതീക്ഷിക്കാം. അപ്പോൾ കൂടാതെ വീട്ടിൽ സന്തോഷ സമാധാനമൊക്കെ തേടി എത്തുന്നൊരു സമയമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ദോഷങ്ങൾ സമ്മിശ്രമായിട്ടൊക്കെ വരാം. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു സമയമൊക്കെ ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട, ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ഇനിയൊരു പക്ഷെ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ജ്യോതിഷ വിധിപ്രകാരം നമ്മുടെ ജാതകം പരിശോധിച്ച് കാര്യങ്ങളൊക്കെ ക്ലിയറായിട്ട് ചെയ്യാം. നമ്മളിത് പൊതുഫലമാണ് പറയുന്നത്. നിങ്ങളുടെ രാശി വെച്ച് നോക്കിയിട്ട് നിങ്ങളുടെ ഏത് ഭാവത്തിലാണ് ശുക്രൻ നിൽക്കുന്നതെന്നൊക്കെ നോക്കിയിട്ട് കറക്റ്റായിട്ട് ഗുണങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അത് പൊതുഫലമാണ് പറയുന്നത്. ഇങ്ങനെ വരാം. അത് മിഥുന രാശിപ്പെട്ട നക്ഷത്രക്കാർ, ഇടവൻ രാശിയാണ് പറഞ്ഞത്. അപ്പോൾ ഇനി നമ്മൾ ഇടവൻ രാശിനെ കുറിച്ച് പറയാം. ഇവർക്കും നല്ല വിധത്തിലുള്ള ഗുണാനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. സാമ്പത്തിക നിക്ഷേപമൊക്കെ മാറും. പലപ്പോഴും കരിയർ വിജയം പെരുമയും വർദ്ധിക്കുന്നു. പ്രണയബന്ധങ്ങൾ മികച്ചതായിരിക്കും. ആരോഗ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമൊക്കെ ആയിരിക്കാം. അപ്പോൾ നിങ്ങളും കിട്ടുന്നില്ലെങ്കിൽ ഭഗവാനെ ശരിക്കും പ്രാർത്ഥിക്കുക, ജാതകമൊക്കെ ഒന്ന് പരിശോധിക്കുക. അത് മിഥുനം രാശിക്കാർ ഗുണാനുഭവങ്ങളൊക്കെ ധാരാളം ഉണ്ടാകും. കൂടാതെ ചെയ്യുന്ന പതിലെല്ലാം വിജയം തേടി ഇപ്പോൾ എത്തുന്നു. കൂടുതൽ കാര്യങ്ങളിലും ശ്രദ്ധയും അനിവാര്യമാണ്. വിവാഹത്തിൽ പെരുമാറുന്നത് ജോലിയോടുള്ള സ്നേഹവും ശ്രദ്ധയും നിസ്സാരമല്ല. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് നമ്മളിപ്പോൾ ഗണിച്ച് നോക്കിയിട്ട് നമ്മൾ കറക്റ്റായിട്ടാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുക. അപ്പോൾ പൊതുഫലമാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് നോക്കിയിട്ട് ചെയ്യുക കേട്ടോ. നിങ്ങൾ ജാതകമൊക്കെ ഒന്ന് പരിശോധിക്കുക. നമ്മൾ മിഥുനം പറഞ്ഞു. കർക്കിടക രാശിനെ കുറിച്ചിട്ട് പറയുക. കുടുംബത്തിൽ സന്തോഷ സമാധാനമൊക്കെ കൊണ്ടുവരുന്നു. നല്ല വാർത്തകളൊക്കെ പലതും മികച്ചു നൽകുന്നു. നല്ല വാർത്തകൾ കേൾക്കാനായിട്ടാകും. സന്തോഷകരമായ കുടുംബജീവൻ നിങ്ങളെ തേടിയെത്തുന്നു. ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ വളരെയധികം പ്രശ്നങ്ങളുണ്ടാകാം, എങ്കിലും അല്പം ശ്രദ്ധിക്കുക. അടുത്തത് ചിങ്ങൻ രാശിക്കാർക്ക് ജോലിയിൽ സമ്മർദ്ദം ഉണ്ടാവുകയും ബുദ്ധിമുട്ടുകളൊക്കെ തേടിയെത്തുന്നു. പലപ്പോഴും ഉദ്യോഗസ്ഥരുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്നു. സാമ്പത്തിക സ്ഥിതികൾ മെച്ചപ്പെട്ടതായിരിക്കും. ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണം. അനാവശ്യ ആശങ്കകൾ ലഘൂകരിക്കാൻ ശ്രദ്ധിക്കുക. അനാവശ്യമായിട്ടുള്ള ചിന്തകളൊക്കെ ഒഴിവാക്കാം. ഇനി കന്നിരാശിപ്പെട്ടിട്ടുള്ള നക്ഷത്രങ്ങളെ കുറിച്ച് പറയാം. ഇന്ന് ദിവസം ശിവർക്ക് സന്തോഷകരമായ പല മാറ്റങ്ങളും തേടിയെത്തുന്നു. പുതിയ ബന്ധങ്ങൾ ഗുണകരമായി മാറുന്നു. സന്തോഷകരമായ പല മാറ്റങ്ങളും നിങ്ങളെ തേടിയെത്തുന്ന സമയമാണ്. പണം ചിലവാക്കാൻ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതും മാനസിക പിരിമുറുക്കങ്ങൾക്ക് പരിഹാരം കാണാനൊക്കെ സാധിക്കുന്ന ഒരു സമയമായിരിക്കും കന്നിരാശിക്കാർ. അതുപോലെ തന്നെ മുന്നുള്ള വീഡിയോസിൽ കന്നിരാശിപ്പെടുന്ന നക്ഷത്രങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പോൾ തന്നെ കന്നിരാശികളെ കുറിച്ച് മാത്രം പറഞ്ഞു പോകുന്ന നക്ഷത്രങ്ങളെ കുറിച്ചാണ്. അതുപോലെ തന്നെ തുലാം രാശിപ്പെട്ട നക്ഷത്രക്കാർക്ക്
ജോലിയിലും ബിസിനസ്സിലും നല്ല ലാഭമൊക്കെ തേടിയെത്തുന്ന ഒരു സമയമാണ്. അതുമാത്രമല്ല പ്രണയിക്കുന്നവർക്ക് അനുകൂലമായ പല മാറ്റവും തേടിയെത്തും. സന്തോഷകരമായ ദാമ്പത്യ ജീവിതം നിങ്ങൾക്കുണ്ടാകുന്നു. ആരോഗ്യത്തെ മികച്ചതാക്കി മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കും. ആരോഗ്യകാര്യങ്ങളൊക്കെ അസുഖങ്ങളൊക്കെ മാറി നല്ല രീതിയിലേക്കൊക്കെ വരുന്നൊരു സമയമാണ് തുലാം രാശിക്ക്. അപ്പോൾ ഇല്ലെങ്കിൽ നിങ്ങൾ ജാതകമൊക്കെ ഒന്ന് പരിശോധിക്കണം കേട്ടോ. വേണ്ട പരിപാടികളൊക്കെ നടത്തുക. ശുക്രൻ്റെ നക്ഷത്രമാണ് വൃശ്ചിക രാശിക്കാർക്ക് കുറിച്ച് പറയാം. വൃശ്ചിക രാശി ശുക്രൻ്റെ നക്ഷത്രമാരും രാശിക്കാർക്ക് നിക്ഷേപവും ബിസിനസ്സിന് ശ്രദ്ധ നൽകണം എന്നതിൻ്റെ സൂചനയാണ്. കുടുംബത്തിൽ സന്തോഷകര നിമിഷങ്ങൾ തേടിയെത്തുന്നു. മാത്രമല്ല നിങ്ങളുടെ കരിയറിൽ നല്ല വളർച്ച ഉണ്ടാകും. പ്രണയജീവിതം സന്തോഷകരമായി മുന്നോട്ട് പോവുകയും ചെയ്യും. ഇനി ധനുരാശിപ്പെട്ടിട്ടുള്ള നക്ഷത്രത്തെക്കുറിച്ച് പറയുകയാണ്. ശുക്രൻ്റെ നക്ഷത്രമാണ് ധനുരാശിക്ക് ജീവിതത്തിൽ ബഹുമാനവും പ്രശസ്തിയും വർദ്ധിക്കുന്നു. യോഗം കാണുന്നു. ചില നല്ല വീട്ടിൽ നല്ല ഐക്യം നിലനിർത്തുന്നതിന് വഴി സന്തോഷവും സമാധാനവും കരസ്ഥമാക്കാൻ സാധിക്കുന്നു. പുതിയ പദ്ധതികൾ ആസന്നീയവും വിജയത്തിലേക്ക് എത്തിക്കും. ഇതൊക്കെയാണ് ധനുരാശിപ്പെട്ടവർ. മകരം രാശിയിൽ ശുക്രൻ നക്ഷത്രം വീട്ടിലെ സുഖവും സമാധാനവും സന്തോഷവും വർദ്ധിക്കുന്നു. പലപ്പോഴും പ്രണയബന്ധങ്ങളും സൗഹൃദവും കൂടുതൽ സുദൃഢമാകുന്നു. ജോലിയിൽ വിജയം തേടിയെത്തുന്നു. അതുമാത്രമല്ല സമൂഹത്തിൽ സ്ഥാനമാനങ്ങളും ആദരവും നേടി. എങ്കിലും ആരോഗ്യകാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കുംഭൻ രാശിപ്പെട്ടവരാണ് അടുത്ത് പറയാം. കുംഭരാശി ശുക്രൻ്റെ നക്ഷത്രങ്ങൾ കരിയറിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. മാത്രമല്ല സന്തോഷം പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കാൻ സാമ്പത്തികം മികച്ച സമയമാണ് എന്നതിൻ്റെ സംശയം കൊണ്ട് യാത്രകളെല്ലാം തന്നെ ഗുണകരമായി വഹിക്കും. സന്തോഷവും സമാധാനവും തേടിയെത്തും. മീനൻ രാശിപ്പെട്ടവർക്ക് ശുക്രൻ നക്ഷത്രം ജോലിയിൽ മികച്ച വിജയം നൽകും. പ്രണയ ജീവിതം സന്തോഷകരമായിരിക്കും. മാത്രമല്ല ആരോഗ്യ പ്രശ്നങ്ങൾക്ക് തന്നെ പെട്ടെന്ന് പരിഹാരം കാണാൻ സാധിക്കും. സാമ്പത്തിക റിസ്ക് കൂടുതൽ ശക്തമാകും. പുതിയ ജോലി തുടങ്ങാനും നല്ല സമയമാണ്. അപ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് പെട്ടെന്ന് പറഞ്ഞു പോയെന്ന് വെച്ചാൽ ഒരുപാട് വീഡിയോ ലോങ് ആവണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചിട്ട് നിങ്ങളോട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിക്കേണ്ട അല്ലെങ്കിൽ വിഷമിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളായിട്ട് ഒതുക്കിയത്. പല ആളുകൾക്കും സമ്മിശ്രമായിട്ടാണ് വരുന്നത്. ഞാൻ പ്രധാനപ്പെട്ട നല്ല നല്ല കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ സൂക്ഷിക്കേണ്ടവരുടെ അടുത്ത് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ സൂക്ഷിക്കാനായിട്ട് എഴുതി ചേർത്തിട്ടുണ്ട്. എല്ലാ ജോത്സ്യന്മാരും പറയുന്ന പോലെ പറഞ്ഞ് പേടിപ്പിക്കുക വിഷമിക്കുക എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് വരാവുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ വീഡിയോ ഒരുപാട് വലിച്ചിട്ടായിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ചത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഇതിൻ്റെതൊക്കെ വന്നില്ലെങ്കിൽ നിങ്ങൾ തൊട്ടടുത്തുള്ള അടുത്ത നല്ല വിശ്വസ്തനായ ജോത്സ്യൻ്റെ അടുത്ത് പോയിട്ട് നമ്മുടെ ജാതകമൊക്കെ ഒന്ന് പരിശോധിച്ച് ജാതകത്തിൽ ശുക്രൻ സ്ഥാനം എവിടെയാണെന്ന് നോക്കിയിട്ട് എന്താണോ വഴിപാട് അവർ പറയുന്നത് ആ വഴിപാടുകൾ ചെയ്യുക. പൊതുവായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഗുണങ്ങളൊന്നും ഇല്ലെങ്കിലും നമ്മൾ ശിവക്ഷേത്രത്തിൽ പോയിട്ട് ധാരയും പിൻവിളക്കും മുൻവിളക്കും ഒക്കെ നടത്തുക. അതുപോലെ തന്നെ ശിവന് കൂവളത്തിൻ്റെ ഇലയൊക്കെ സമർപ്പിക്കുക. ഭസ്മാഭിഷേകം, കരിക്കഭിഷേകം, പനിനീർ അഭിഷേകമുള്ള ധാര നടത്തി കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങളുടെ പക്കപ്പിറന്നാൾ വരുമ്പോൾ ഇത് നടത്തുക. അല്ലെങ്കിൽ ശനിയാഴ്ച തോറും പോയിട്ട് നടത്തുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഗുണാനുഭവങ്ങളൊക്കെ കിട്ടും. പറഞ്ഞ നക്ഷത്രജാതക അനുഭവങ്ങൾ കിട്ടിയില്ലെങ്കിൽ തന്നെ നിങ്ങൾ പോയിട്ട് നോക്കുക. അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള ഈ വഴിപാട് നടത്തുക. അപ്പോൾ നിങ്ങൾക്ക് സർവ്വത്തിൽ ഐശ്വര്യം ഉണ്ടാവട്ടെ, ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഓം നമഃ ശിവായ.